ഹലോ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിനിൽ കൊടുത്തിരിക്കുന്ന 2024 ആനുകാലിക സംഭവങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം ഏതാണ്? അടൽ സേതു ആണ്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് കേട്ടോ. അടൽ സേതു അല്ലെങ്കിൽ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് അടൽ സേതു. അടുത്ത പോയിന്റ്, 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്തിയിൽ നിന്നും ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എവിടെയാണ്? ഹെയ്തിയിലാണ്. അപ്പൊ അവിടെ നിന്ന് ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കാനുള്ള രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ്, പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനായ ആസാം സ്വദേശിനിയാണ് പാർബതി ബർവ. ഒന്നുകൂടെ പറയാം, പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പൻ എവിടെയുള്ളതാണ്? ആസാം സ്വദേശിനിയാണ്. പേര് പാർബതി ബർവ. അടുത്ത പോയിന്റ്, ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി നടന്നത് എവിടെ വെച്ചാണ്? പൊക്രാനിൽ കേട്ടോ. രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി നടന്നത്. അപ്പൊ ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമാണ് വായുശക്തി. അതെവിടെ വെച്ചാണ് നടന്നത്? പൊക്രാനിൽ കേട്ടോ. അടുത്ത പോയിന്റ്, തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയതാരാണ്? നിർമ്മല സീതാരാമനാണ്. തുടർച്ചയായിട്ട് 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. അപ്പൊ ആദ്യത്തെ ആളാരാണ്? അത് മൊറാർജി ദേശായി ആണ്. അടുത്തത്, ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവായ ബംഗാൾ ഗവർണറാണ് CV ആനന്ദ ബോസ്. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവായ ബംഗാൾ ഗവർണറാണ് CV ആനന്ദ ബോസ്. അടുത്തത്, മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ പവൻ ദവുലൂരിയാണ് കേട്ടോ. പവൻ ദവുലൂരി മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ പവൻ ദവലൂരി. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? പാറ്റ്നയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം പാറ്റ്നയിലാണ് കേട്ടോ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. അടുത്തത്, നിലവിലെ ലോക്പാൽ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. ലോക്പാൽ അധ്യക്ഷനാണ് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. അടുത്ത പോയിന്റ് നോക്കാം. 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ് കേട്ടോ. ഗുജറാത്തിലെ ജാംനഗർ വിമാനത്താവളത്തിന് 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ചിട്ടുണ്ട്. അപ്പൊ 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിൽ കേട്ടോ. അടുത്ത പോയിന്റ്, 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം മധ്യപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം എവിടെയാണ്? മധ്യപ്രദേശ്. അടുത്തത്, 2024 വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റാണ് അഗ്നിബാൺ. അഗ്നിബാൺ ആണ് 2024 വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റ്. അത് നിർമ്മിച്ചത് അഗ്നികുൽ കോസ്മോസ് ആണ് കേട്ടോ. അഗ്നിബാൺ ആണ് റോക്കറ്റ്. അത് നിർമ്മിച്ചത് അഗ്നികുൽ കോസ്മോസ് ആണ്. ഈ അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിനായി ശ്രീഹരിക്കോട്ടയിൽ അഗ്നികുൽ കോസ്മോസ് നിർമ്മിച്ച ചലിപ്പിക്കാവുന്ന വിക്ഷേപണ തറയുടെ പേരാണ് ധനുഷ്. അപ്പൊ ഒരു വിക്ഷേപണ തറയാണ് ധനുഷ്. അതിനെങ്ങനെയാണ്? അത് ചലിപ്പിക്കാൻ പറ്റും അല്ലെ. അപ്പൊ അഗ്നിബാണ് വിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ശ്രീഹരിക്കോട്ടയില് ഈ അഗ്നികുൽ കോസ്മോസ് നിർമ്മിച്ച ചലിപ്പിക്കാവുന്ന വിക്ഷേപണ തറയുടെ പേരാണ് ധനുഷ്. അടുത്തത്, 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈലാണ് അഗ്നി 5.
2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈലാണ് അഗ്നി 5. മിസൈൽ പരീക്ഷണത്തിന് ഈ നൽകിയ പേര് മിഷൻ ദിവ്യാസ്ത്ര എന്നാട്ടോ. ഈ മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേര് മിഷൻ ദിവ്യാസ്ത്ര എന്നാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. അടുത്തത് ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ചക്ഷു പോർട്ടൽ. ചക്ഷു പോർട്ടൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോൺ വിളികളും സന്ദേശങ്ങളും അതുപോലെ മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായിട്ട് ആരംഭിച്ചതാണ്. ആര്? കേന്ദ്ര ടെലികോം മന്ത്രാലയം ട്ടോ. അടുത്തത് ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന ദ കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തില് നായകനാകുന്ന നടൻ ആര്? ധനുഷാണ്. ദ കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തില് നായകനാകുന്ന നടനാണ് ധനുഷ്. ദ കിങ് ഓഫ് മ്യൂസിക് ആരുടെ ജീവിതകഥയാണ് പറയുന്നത്? ഇളയരാജയുടെ ട്ടോ. അതില് നായകനാവുന്ന നടനാണ് ധനുഷ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും കൂടുതൽ കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരാം. താങ്ക്